അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ചുവന്ന തുടുത്ത കവളുമായി നിൽക്കുന്ന ശാലീന സുന്ദരിയായ അനന്തപുരി, സസ്യശബളഭമായ കേരള ഭൂമിയുടെ ഐശ്വര്യ സമ്പൂർണമായ അനന്തപുരി, പുലേനാർ കോട്ട അതിൻ്റെ രാജവീതിയാണ്. അതിനെ പുളകം കൊള്ളിക്കുന്ന ക്രിസ്മസ് രാത്രി. ആമേൻ. ഫൈബർ കൊണ്ടുണ്ടാക്കിയ ഔസേപ്പ് പിതാവും, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ മറിയും, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ചാണകവും, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ആട്ടും, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ആട്ടുംകുട്ടിയും, അതൊക്കെയാണോ ക്രിസ്മസ്? അല്ല. പിറക്കണം രാജരാജൻ നിന്റെ ഉള്ളിൽ. യേശു എവിടെ പിറക്കണം? പറഞ്ഞേ. പിറക്കണം രാജരാജൻ നിന്റെ ഉള്ളിൽ, മറക്കണം ഈ ലോക സ്നേഹമെല്ലാം. പിറക്കണം രാജരാജൻ നിന്റെ ഉള്ളിൽ, മറക്കണം ഈ ലോക സ്നേഹമെല്ലാം. പിറക്കണം രാജരാജൻ നിന്റെ ഉള്ളിൽ, മറക്കണം ഈ ലോക സ്നേഹമെല്ലാം. പൊറുക്കണം സോദരങ്ങൾ ചെയ്തതല്ല, മറക്കണം ഈ ലോക ചിന്തയല്ല. പൊറുക്കണം സോദരങ്ങൾ ചെയ്തതല്ല, മറക്കണം ഈ ലോക ചിന്തയല്ല. പിറക്കണം രാജരാജൻ നിന്റെ ഉള്ളിൽ, മറക്കണം ഈ ലോക ചിന്തയല്ല. പിറക്കണം രാജരാജൻ. അങ്ങ് ഓട്ടോറിക്ഷയ്ക്കകത്തിരിക്കുന്ന സ്നേഹിതനും, വഴിയരികിൽ ബസ് കാത്തിരിക്കുന്ന സഹോദരിയും, അങ്ങ് കടയ്ക്കകത്തിരിക്കുന്ന സ്നേഹിതനും ഇന്ന് രാത്രി കേട്ടോ, ഓ പിറക്കണം രാജരാജൻ നിന്റെ ഉള്ളിൽ, മറക്കണം ഈ ലോക സ്നേഹമെല്ലാം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ചമണ്ണിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ ഒരാൾ നടന്നു വരുന്ന കണ്ടോ? ആമേൻ. കയ്യിൽ വാളില്ല, വടിയില്ല, ബാലറ്റില്ല, ബുള്ളറ്റില്ല, ഒന്നുമില്ല, ആയുധങ്ങളൊന്നുമില്ല. ലോക ചരിത്രം കണ്ടതിൽ ആയുധങ്ങളില്ലാതെ ലോകത്തെ വെട്ടിപ്പിടിച്ച ഒറ്റയാളെ ഉള്ളൂ. അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പാടുന്ന യേശു. ഇവിടെ ബാലറ്റ് കൊണ്ട്, ബുള്ളറ്റ് കൊണ്ട്, വെടിയുണ്ട്, ആയുധങ്ങൾ കൊണ്ട്, നാപ്പാ ബോംബും, ഹൈഡ്രജൻ ബോംബും, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടൊക്കെ ഇവിടെ പലരും നേടി. എൻ്റെ യേശുവിൻ്റെങ്കിൽ 2 ആയുധങ്ങളേ ഉള്ളൂ. ഒന്ന് സ്നേഹം, 2 ക്ഷമ. തന്നെ ഒഴിവുചാല് പോലെ അടിച്ചു കീറിയവരോടും ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു യേശു. അമേൻ. യേശുവിന് 2 ആയുധങ്ങൾ. അമേൻ. ഇന്ന് രാത്രി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സ്നേഹത്തിന്റെ ക്ഷമയുടെ സമുദ്രമാണിത്. ഞങ്ങളിങ്ങനെ പറയും, സ്നേഹമാം സാഗര സലിലത്തിൽ നിന്നിതാ സ്നേഹത്തിൻ മുത്തുകൾ വാരി വിളമ്പിടാം. ഈ സുവിശേഷ മഹായോ എന്ന് പറഞ്ഞാൽ അതാ, സ്നേഹത്തിന്റെ സമുദ്രത്തിനകത്തുനിന്ന് മുത്തുക്കൾ ഇങ്ങനെ വാരി വിളമ്പുക. അമ്മേ, ഇവിടെ പാടിയ പാട്ടില്ലേ, കേട്ടായിരുന്നു നിങ്ങള്? സരിഗമ പദനിസ്യ 7 അക്ഷരം കൊണ്ട് ശ്രുതി ലയ സ്വര സമ്മിശ്ര സമ്മേളനം. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അഗാധലങ്ങളെ ആമേൻ എല്ലാത്തെ തൊട്ടുണർത്തിയ സ്വരരാഗമാതിരി. സ്വരവും ലയവും ശ്രുതിയും താളവും ഒന്നിച്ചു ചേർന്നാൽ ഏത് ശിശുവും ചാടി എഴുന്നേക്കും, ഏത് പശുവും ചാടി എഴുന്നേക്കും. ആമേൻ. എന്താ കാര്യം എന്ന് പറയുക? യേശുവിനെ കുറിച്ച് പാടുമ്പോഴാണ് അത് പ്രത്യേകത. എന്താ? യേശുവിന്റെ കയ്യിൽ 2 ആയുധങ്ങളേ ഉള്ളൂ. ആ ആയുധമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സ്നേഹമാം സാഗര സലിലത്തിൽ നിന്നിതാ സ്നേഹത്തിൻ മുത്തുകൾ വാരി വിളമ്പിടാം. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് പാട്ട്, എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഇവിടെ പാട്ടുകാർ പാട്ട് നിർത്തിയപ്പോൾ ചിലർ പോകണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അവർക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ പാട്ട് നിർത്തുന്നില്ല. സ്നേഹമാം സാഗര സലിലത്തിൽ നിന്നിതാ സ്നേഹത്തിൻ മുത്തുകൾ വാരി വിളമ്പിടാം. സ്നേഹമാം സാഗര സലിലത്തിൽ നിന്നിതാ സ്നേഹത്തിൻ മുത്തുകൾ വാരി വിളമ്പിടാം. തോക്കുകളല്ല, വാളുകളല്ല,
സമരായുധങ്ങൾ, സ്നേഹവും ക്ഷമയും സമരായുധങ്ങൾ, സ്നേഹമം സാഗര സലിലത്തിൽ നിന്നിതാ സ്നേഹത്തിൻ മുത്തുകൾ വാരി വിളമ്പിടാം. നല്ലപോലെ കൈയടിക്കാമെങ്കിൽ നല്ലൊരു പാടിത്തരാം. നല്ലപോലെ കൈയടിക്കാമെങ്കിൽ നല്ലപോലെ കൈയടിക്കാമെങ്കിൽ നല്ല 4 വരി പാടിത്തരാം. പോരാ, തകരട്ടെ തകരട്ടെ അടിമൈ വരണം, വളരട്ടെ വളരട്ടെ യേശുവിൻ രാജ്യം. തകരട്ടെ തകരട്ടെ അഴിമതി ഭരണം, വളരട്ടെ വളരട്ടെ യേശുവിൻ രാജ്യം. തകരട്ടെ തകരട്ടെ ഈ ലോക ഭരണം, വളരട്ടെ വളരട്ടെ യേശുവിൻ രാജ്യം. ഒരു ദിനം യേശു ഇവിടെ ഭരിക്കും, ഒരു ദിനം യേശു ഇവിടെ ഭരിക്കും. നിങ്ങൾക്ക് വിശ്വാസം പോരാ, ചിരിച്ച് സന്തോഷിക്കണേ. ഒരു ദിനം യേശു ഇവിടെ ഭരിക്കും, ഒരു ദിനം യേശു ഇവിടെ ഭരിക്കും. അന്നു നമ്മൾ അവനോട് വാഴും, അന്ന് നമ്മൾ അവനോട് വാഴും. സ്നേഹമാം സാഗര സലിലത്തിൽ നിന്നിതാ സ്നേഹത്തിൻ മുത്തുകൾ വാരി വിളമ്പിടാം. സ്നേഹമാം സാഗര സലിലത്തിൽ നിന്നിതാ സ്നേഹത്തിൻ മുത്തുകൾ വാരി വിളമ്പിടാം. നമുക്ക് സന്തോഷമുണ്ട്. എനിക്ക് ചിരിക്കാത്തവരെ പേടിയാണ് സത്യമായിട്ടും. എന്നാന്നറിയോ, ചിലർ ചിരിക്കത്തില്ല, തമാശ പറഞ്ഞാലും ചിരിക്കത്തില്ല, പാട്ട് കേട്ടാലും ചിരിക്കല. പിന്നെ അവർ ചിരിക്കാൻ തുടങ്ങിയ കരണ്ട് അടിച്ചിട്ടേ ചിരി നിർത്തും. അതുകൊണ്ട് സന്തോഷമായിരിക്കണം. ഇന്ന് ഈ ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? സ്നേഹത്തിന്റെ സന്ദേശം പകരുന്ന രാത്രി, പങ്കിടലിന്റെ സന്ദേശം. നിങ്ങളുടെ വേദന എൻ്റെ വേദനയായി, നിങ്ങളുടെ സങ്കടങ്ങൾ എൻ്റെ സങ്കടങ്ങളായി, നിങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ പ്രാർത്ഥനകളായി നമ്മൾ പരസ്പരം പങ്കിടുന്നതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം. ആമേൻ. ഇന്ന് പകല് ഞാൻ കൊട്ടാരക്കരയിലെ വലിയൊരു മീറ്റിങ്ങിലായിരുന്നു. ക്രിസ്തുമസിന്റെ പ്രത്യേകത എന്തായിരുന്നു അവിടെ എന്നറിയാമോ? പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് കൊട്ടാരക്കരയിലെ എൽഷദായ് ചർച്ച് വീടിന്റെ താക്കോൽ എടുത്ത് കൊടുത്തത് ഇന്നാണ്. ആമേൻ. അവർ പറഞ്ഞെന്താ, ക്രിസ്തുമസ് ദിനത്തിൽ വേണം പാവപ്പെട്ടവന് വീട് കൊടുക്കാൻ. ഇത് പങ്കിടലിന്റെയാ, ഇത് സ്നേഹത്തിന്റെയാ, ഇത് സന്തോഷത്തിന്റെയാ. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ പ്രഭാഷണങ്ങൾ പറയുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട മ്യൂസിക് ടീം, ആമേൻ, നിങ്ങൾക്കറിയാമോ ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാം സാധാരണ തിരുവനന്തപുരത്ത് കേൾക്കണമെങ്കിൽ 500 രൂപ 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, പ്രൊഫഷണൽ സംഗീതജ്ഞരാ ഇവരൊക്കെ. ഐഡിയ സിംഗേഴ്സിനും കാണാൻ പോയി വായിച്ചിരുന്നെങ്കിൽ പണ്ടേ ഫസ്റ്റ് കിട്ടിയാണ്. എന്നാൽ യേശുവിന് വേണ്ടി അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അവർ സൗജന്യമായിട്ട് ഇന്ന് രാത്രി വായിക്കുക, സന്തോഷമായിട്ട്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം അകത്തു വന്നാൽ അത് സ്നേഹത്തിന്റെ മാത്രമല്ല, പങ്കിടലിന്റെ ഹൃദയമാണ്. ഇന്ന് രാത്രി അങ്ങ് ദൂരെ ഈ ശബ്ദപരിധിയിൽ നിന്ന് കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാവപ്പെട്ടവരുടെ ചട്ടമാറാൻ വേട്ടയാടുന്ന മതക്കൂട്ടങ്ങൾ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളുടെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് കർത്തൃ ജീവിതങ്ങളുടെ കമനീയമായ കരങ്ങൾക്ക് കാരിരുമ്പിന്റെ ചങ്ങലയിട്ട കപട ചടുല മത വേഷധാരികളെ ഞെട്ടിച്ച് കാലത്തിന്റെ കാർമേഘപടലങ്ങൾ മാറ്റി കാൽവറിയുടെ കുലത്തളത്തിലെ കൽപ്പടവുകൾ ചവിട്ടിക്കയറിയ കരുണാമയനായ കർത്താവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം അനന്തപുരിയിലെ പുലേനാർ കോട്ട ജംഗ്ഷനിലും ഇന്ന് രാത്രി വിളിച്ചു പറയുവാൻ സർവശക്തനായ ദൈവം ഈ കുടുംബത്തിന്, ഈ ടീമിന്, ഞങ്ങൾക്ക് ദൈവം തന്ന വലിയൊരു അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, ആമേൻ. എന്താണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മൈക്ക് താത്തു വെക്കും. ആമേൻ. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ പറയാൻ എന്തോ ഒരു നേരം വേണമെന്ന്, എന്തോ ഒരു നേരം വേണമെന്ന് എനിക്കും അറിയത്തില്ല. ആമേൻ. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കൃത്യസമയത്ത് നിർത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ഞാൻ പറയൂ,
നിങ്ങൾ മതി എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തും. നിങ്ങൾ മതി എന്ന് വിചാരിച്ചില്ലെങ്കിൽ ഇന്നത് നിർത്തുകയല്ല. ആമേൻ. ഇവിടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, നമ്മളെല്ലാം വന്നതിനേക്കാൾ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഐക്യമത്യപ്പെട്ട് ഒരുമിച്ച് കൂടുന്നിടത്ത് യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻ്റെ യേശു വന്നിട്ടുണ്ട്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? ആമേൻ. ഞാൻ ഇന്ന് രാത്രി പുലേനാർകോട്ട ജംഗ്ഷനിൽ ഈ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് ദൈവം എനിക്ക് അവസരത്തിൽ യേശുവിനെ ഞാനൊന്ന് ഉയർത്തട്ടെ. ആമേൻ. എൻ്റെ കൂടെ എത്ര പേരുണ്ട്? ഒരു അല്ലേലുയാക്ക് പറഞ്ഞോണം കേട്ടോ. ആമേൻ. ആമേൻ. മലയാളത്തിൽ ഒരു അല്ലേലുയ പറഞ്ഞേ, ഇംഗ്ലീഷിൽ ഒരു അല്ലേലുയ പറഞ്ഞേ, ഹിന്ദിയിൽ ഒരു അല്ലേലുയ പറഞ്ഞേ. എല്ലാ ഭാഷയില്ലാതെ തന്നെയാണ്, വേറൊന്നുമില്ല. ഏത് ഭാഷ പറഞ്ഞാലും അത് തന്നെയാണ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ യേശുവിനെ ഒന്ന് ഉയർത്താൻ പോവുക. അവൻ പാപമോചകൻ, അവൻ ആർദ്രതയുള്ളവൻ, അവൻ രക്ഷകൻ, അവൻ സർവശക്തൻ, അവൻ സർവവ്യാപി, അവൻ സർവജ്ഞാനി, സകലത്തിനും മതിയായ സ്വയംഭൂവായ ദൈവം. തീർന്നില്ല. അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ചവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാക്കന്മാർക്ക് അധിപതി, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കാപട്യമറ്റ കനക കോമളൻ, കരുണാശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊങ്കച്ച് കെട്ടിയവൻ, നിലവിളക്കേട് നടുവിൽ നിലയങ്ക ധരിച്ചവൻ, വെള്ളോടിൽ സജമ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവായ്ത്തല മൂർച്ചുള്ള വായിൽ നിന്ന് പുറപ്പെടുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുത്തവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോലുകൊണ്ട് അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിമാണത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, 7 സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളങ്കയിൽ കോരുന്നവൻ, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്നവൻ. വേണമെങ്കിൽ സ്തോത്രം പറഞ്ഞു. അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, വിശുദ്ധിയിൽ അതിഭയങ്കരൻ, തത്വത്തിന്റെ മുദ്ര, മഹത്വത്തിന്റെ പ്രത്യാശ. ഇന്ന് രാത്രി എന്റെ പ്രാണനാഥൻ നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, മനസ്സിനൊത്ത ഇടയൻ, ജീവനെ തന്ന ഇടയൻ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ്, പിശാചിന്റെ തലയെ തകർത്തവൻ, അവൻ കല്ലറ പൊളിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പിശാചിനെ തോൽപ്പിച്ചവൻ, കാൽവരിയിൽ ജീവനെ തന്നവൻ, നരകം കൊള്ളയടിച്ചവൻ, നീതിയുള്ള ന്യായാധിപതി. എത്രയും വേഗം മടങ്ങി വരുന്ന എന്റെ പ്രാണനാഥനെ ഒന്ന് കൈയടിച്ച്, ഒന്ന് മനസ്സ് തുറന്ന്, ഒന്ന് വാ തുറന്ന് ഈ രാത്രി ഒന്ന് സ്തുതിക്കാൻ സാധിച്ചാൽ സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് മഹത്വപ്പെടുത്ത. ഹല്ലേലൂയ. ആമേൻ. What is Christmas? എന്താണ് ക്രിസ്മസ്? ആമേൻ. ഹല്ലേലൂയ. ക്രിസ്മസിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും പറയുന്നു ക്രിസ്മസ്. എന്താ പ്രത്യേകത? ഏതെങ്കിലും വീടിന്റെ മുൻപിലോ കടയുടെ മുൻപിലോ കെട്ടിത്തൂക്കിയിട്ടൊരു നക്ഷത്രം കൊണ്ടും മിന്നുന്ന 4 ലൈറ്റ് കൊണ്ടും LED ബൾബ് കൊണ്ടും അവസാനിക്കുന്നതാണോ ക്രിസ്മസ്? അല്ല, അല്ല. ലോകത്തിന് 5 വൻകരകളും ഒരുപോലെ ആഘോഷിക്കുന്ന ലോകത്തിലെ ഏക ആഘോഷമുണ്ടെങ്കിൽ അതൊന്നു മാത്രമേ ഉള്ളൂ, ക്രിസ്മസ്. തിരുവനന്തപുരത്തുള്ള പല ആഘോഷങ്ങളും കേരളത്തിലെ തന്നെ വേറെ ജില്ലയിലില്ല. ആരോട് പറയുന്നു? തിരുവനന്തപുരത്തുള്ള പല ആഘോഷങ്ങളും, പല വലിയ ആഘോഷങ്ങളും കാസർഗോട്ട് എന്ന് വെച്ചാൽ എന്ന് വെക്കുക അവർക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഇറ്റലിയിൽ ചെന്ന് ജീസസ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. നിങ്ങൾ ജർമ്മനി ചെന്ന് ജീസസ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. അവൻ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് രാജ്യത്തും, ലോകത്തിലാകെ 7492 ഭാഷകൾ, 800 കോടിയിലധികം ജനങ്ങൾ, ഇന്ത്യയിൽ 142 കോടി ജനങ്ങൾ, 786 ജില്ലകൾ, 6.5 ലക്ഷം ഗ്രാമങ്ങൾ, 631 ഭാഷകൾ. ആരോട് ചോദിച്ചാലും യേശുവിനെ ആർക്കറിയാം. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേൻ. നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും, അസാകാരം പ്രാർത്ഥിച്ചാലും, ഉറുദുക്കാരൻ പ്രാർത്ഥിച്ചാലും, ഹിന്ദിക്കാരൻ പ്രാർത്ഥിച്ചാലും യേശുവിന് മനസ്സിലാകും. ഈ കേരളത്തിലുള്ള ഒരു മലയാളി ഡൽഹിയിലെങ്ങാനും പോയി അവൻ്റെ പേഴ്സ് കാണാതെ പോയിട്ട് ഡൽഹിയിൽ കാണുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ മലയാളത്തിൽ പറയാ, പേഴ്സ് കാണാതെ പോയി, തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ല ദൈവമേ എന്ന് പറഞ്ഞാൽ
ആ ദൈവത്തിന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കും, तू कौन सा भाषा में बात करता है, मुझे मालूम नहीं, मैं दिल्ली का भगवान है, मेरे को खाली हिंदी जानता है, दूसरा कोई भाषा जानता नहीं. ഹിന്ദി അറിയത്തില്ലെങ്കിൽ നീ വണ്ടിക്കൂലി ഇല്ലാതെ നടന്നു വരേണ്ടി വരും. പക്ഷെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും മറുപടി തരുന്ന സർവജ്ഞാനിയായ അഖിലാണ്ടത്തിന്റെ നായകനായ എല്ലാ ഭാഷയിലും മറുപടി പറയുന്ന സകലത്തിനും മതിയായ കർത്താവ്. ആമേൻ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ആമേൻ പല ആരാധനാലയങ്ങളിൽ ജാതിയുണ്ട്, ആരാധനാലയങ്ങളിൽ മതമുണ്ട്. ആമേൻ. കറുത്തവരെ കയറ്റാത്ത സ്ഥലമുണ്ട്, വെളുത്തവരെ കയറുന്ന സ്ഥലമുണ്ട്. ആമേൻ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ പ്രത്യേകത, ചണ്ടാളൻ, പ്ലവങ്കൻ, മാഗധൻ, ജഗതമൻ, സാരമയൻ, ശുദ്രൻ, വൈശ്യൻ, ശകൻ, ദാസൻ, മറവൻ, കുറവൻ, പുലയൻ, ഹിത്യൻ, മോവാബിൻ, അമോന്യൻ, ഗിർഗശ്യൻ, യബൂസ്യൻ, പെരീശൻ എന്ന് വേണ്ട, കാട്ടത്തിയുടെ മുകളിൽ നിന്ന് സക്കായി, നാട്ടത്തിയുടെ ചുവട്ടിൽ നിന്ന് അഥനിയേൽ, അർദ്ധരാത്രിക്ക് വന്ന നിക്കോദിമോസ്, പട്ടാപ്പകൽ വന്ന ശമരിയക്കാരത്തി, മീൻ പിടിക്കുന്ന പത്രോസ്, ടാക്സി പിടിക്കുന്ന മത്തായി, ഇവരെ എല്ലാം ഒരുപോലെ സ്നേഹിച്ചു. തീർന്നില്ല. ആലീസിനെയും ആമിനെയും ആനന്ദവല്ലിയെയും, മത്തായിയെയും മാധവനെയും മൈദീനെയും, കാമാക്ഷിയെയും പൂമാക്ഷിയെയും മീനാക്ഷിയെയും വിശാലാക്ഷിയെയും, ജാതി മത വർഗ വർണ്ണ പണ്ഡിത പാമര, കുലീന കുലഹീന, തൊഴിലാളി മുതലാളി, അടിമ ഉടമ വ്യത്യാസമില്ലാതെ കറുത്തവനെയും വെളുത്തവനെയും മെലിഞ്ഞവനെയും തടിച്ചവനെയും നീളമുള്ളവനെയും നീളം കുറഞ്ഞവനെയും അവൻ ഈ ലോകത്തിലെ സകല ജാതികളെ ഒരുപോലെ സ്നേഹിച്ച ഒരൊറ്റ ദൈവമുണ്ടെങ്കിൽ, ഒരു രക്ഷകനുണ്ടെങ്കിൽ, അതിന്ന് രാത്രി ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ചു പറയും, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെസ്. അവനവന്റെ ചട്ടിക്കകത്ത് വീഴുന്ന ചോറുണ്ണുവാൻ മനുഷ്യൻ ഇവിടെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി, ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കി, ഇവിടെ മതങ്ങൾ ഉണ്ടാക്കി. ആമേൻ. നിങ്ങൾ ഓർക്കണം, എല്ലാ മതങ്ങൾക്കും അതീതമാണ് ദൈവം. ആമേൻ. നിങ്ങൾ ലോകത്തിലെ മതങ്ങൾ പഠിക്കുക, ലോകത്തിലെ മനുഷ്യനെ പഠിക്കുക. ഇറ്റലിക്കാരന് ഗോതമ്പിന്റെ നിറം, അവന്റെ മുടി ഗോതമ്പിന്റെ നിറം. അമേരിക്കക്കാരന് വെള്ള നിറം, അവന്റെ മുടി ചാര നിറം. ചൈനക്കാരന് പരന്ന മൂക്ക്, ജപ്പാൻകാരന് 4 അടി പൊക്കം, ചെക്കോസ്ലോവാക്യക്കാരന്, റഷ്യക്കാരന് 7 അടി പൊക്കം, ആഫ്രിക്കക്കാരന് പിരിപിര എന്നുള്ള മുടി, കറുകറ എന്നുള്ള തൊലി, ഇന്ത്യക്കാരന് തനി നിറം, പല സൈസ്. ഇങ്ങനെ ലോകത്തിൽ എല്ലാവരും പല തൊലി, പല നിറം, പല സൈസ് മുടി. ശരിയല്ലേ? ശരിയല്ലേ? നാഗാലാൻഡുകാരൻ പാമ്പിനെ കണ്ടാൽ കീറി തിന്നും, നമ്മളാണ്ട് കാറിക്കൊണ്ട് ഓടും. അതാ വ്യത്യാസം. ആമേൻ. മണിപ്പൂർകാരൻ പട്ടിയെ തിന്നും, നമ്മൾ പട്ടിയെ കണ്ടാൽ ഓടും. വ്യത്യാസം മനസ്സിലാക്കുന്നു? ചൈനക്കാരൻ്റെ കൈ ഒരു പ്ലേറ്റ് ചോറിന് 2 കമ്പും കൂടെ കൊടുത്താൽ, 2 കമ്പ് 2 തടിക്കഷ്ണം കൂടെ കൊടുത്താൽ ആ കമ്പ് കൊണ്ട് അവൻ ചോറുന്നു, അവൻ്റെ വയറ് നിറയും. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു പ്ലേറ്റ് ചോറിന് 2 കമ്പ് തന്നാൽ നമ്മുടെ കണ്ണ് നിറയും. അത്രേ ഉള്ളൂ. വയറ് നിറയത്തില്ല, കാരണം ഇതുകൊണ്ട് കഴിക്കാൻ അറിയത്തില്ല. അവന് 2 സ്റ്റിക്ക് കൊണ്ട് ചോറിനാനറിയാം, അവന് നൈഫ് കൊണ്ട് ഫോർക്ക് കൊണ്ട് ചോറിനാനറിയാം. നമുക്കതറിയത്തില്ല. നമ്മൾ വാഴയിലേക്കകത്തിട്ട് അളിച്ചു കുളിച്ച് അത്ര മതിയല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. ലോകം പല സൈസാ, പല സൈസാ. കേരളത്തിലുള്ളവർ ഇവിടെ വന്നിരിക്കുന്നവരുടെ പാൻറ് ഷർട്ടും, എനിക്ക് കോട്ട്, വേറെ ആൾക്ക് വേറെ ഡ്രസ്സ്, അമ്മച്ചിക്ക് സാരി, ചേച്ചിക്ക് ചുരിദാർ. പഞ്ചാബിലാണ് അങ്ങനല്ല, അപ്പന് ചുരിദാർ, അമ്മയ്ക്ക് ചുരിദാർ, മോക്ക് ചുരിദാർ, മോന് ചുരിദാർ, എല്ലാവരും ചുരിദാർ. ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാവരോടും ഒരുമിച്ച് പുറത്തു പോകാതിരുന്നാൽ മതി. ഇങ്ങനെ ലോകം, പല നിറം, പല ഭാഷ. നിങ്ങൾക്ക് ഈ തിരുവനന്തപുരത്തുള്ളവർക്ക് കളിയക്കാവിളെ ചെന്ന് മാർത്താണ്ഡത്തോട് ചെന്നിട്ട് ഒരാളോട് പറയോ, ഒരു മാരി അങ്ങനെ പേസക്കൂടാതെ, ഓ സംസാരം എനിക്ക് പിടിക്കലേ എന്ന് പറഞ്ഞാൽ അടി സൂപ്പറാ. കാരണം അവിടെ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. നിന്റെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് സംസാരം ഉണക്കേട്ടാ പിടിക്കണോ, അടിപൂരമായിരിക്കും. കാരണം അവിടെ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. അതാണ് ഒരു അതിർത്തിയിൽ ഭാഷ വ്യത്യാസം, ആമേ ഡ്രസ്സ് വ്യത്യാസം, ആഹാരരീതി വ്യത്യാസം. എന്നാൽ ഇന്ന് രാത്രി പുലേനാർകോട്ട ജംഗ്ഷനിൽ ആഫ്രിക്കക്കാരന്, റുവാണ്ട, ടാൻസാനിയ, എത്യോപ്യ, നൈജീരിയ, ജർമ്മനി, ആമേൻ, ഇംഗ്ലണ്ട്, ആമേൻ, അമേരിക്ക, കാനഡ, ഇന്ത്യ, ലോക രാജ്യങ്ങളിലുള്ളവരെ നിരത്തി നിർത്തിയിട്ട് അവരുടെ ദേഹത്തൊന്ന് മുറിച്ചു നോക്ക്. ഇവരുടെ എല്ലാം ചോരയ്ക്ക് ചുവപ്പ് നിറമാണ്. എല്ലാവരുടെയും ചോരയ്ക്ക്, എല്ലാ ഭാഷക്കാരൻ്റെയും, എല്ലാ ഡ്രസ്സിട്ടവന്റെ ചോരയ്ക്ക് ചുവപ്പ് നിറമാണ്. എല്ലാവരുടെ വേദന ഒന്നാ, എല്ലാവരുടെ വിശപ്പ് ഒന്നാ. അതിന് കാരണം എല്ലാവരുടെയും അപ്പൻ ഒരാളാ, സിട്ടിത ഒരാളാ. ലോകം മുഴുവൻ ജനം പരന്നു കിടക്കുന്നതിലും എല്ലാവരെ സൃഷ്ടിച്ച ദൈവം, ഏക ദൈവം, കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം.
ഇന്ന് രാത്രി ദൈവം എവിടെ? ആമേൻ, ആമേൻ. മനുഷ്യൻ ചോദിക്കുന്നത് ദൈവം എവിടെ? ആൾക്കാർ പറയാ, ആമേൻ, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ആമേൻ. ഇടയ്ക്ക് രണ്ടിലെയും പാട്ട് പാടുവാണെങ്കിലേ ഈ പുട്ടിനിടയിൽ ഇച്ചിരി പീരിടുന്ന പോലെ സന്തോഷമായി. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ വീതിയിലുമില്ലീശ്വരൻ. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ വീതിയിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാനോട് ആരാണ് പറഞ്ഞു തേടി നടക്കാൻ? തൊട്ടടുത്ത് ദൈവമുണ്ടായിട്ട് തിരിച്ചറിയാതെ നടക്കുക. ഈശ്വരനെ തേടി ഞാനലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. കണ്ടില്ല കണ്ടില്ല ഓതി കാനന ചോല കുണുങ്ങിയോടി. കാണില്ല കാണില്ല തോതിയോടി. കിളികൾ പറന്നു പറന്നു പോയി. കാണില്ല കാണില്ലെന്നോതിയോടി. കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാനലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഈ പാട്ട് ഞങ്ങൾക്ക് ഒത്തിരി അറിയാമായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല പാട്ടുകാരായതുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ പാട്ട് പാടി ആരെയും പാട്ടിലാക്കുന്നവരല്ല, പാട്ട് പാടി ദൈവത്തിൻ്റെ വീട്ടിലാക്കുന്നവരാണ്. അതുകൊണ്ട് സ്വരത്തേക്കാൾ പാട്ടിൻ്റെ അർത്ഥത്തിനാണ് വലിപ്പം. ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ ഒരുപാട് ഓടി, കുറിച്ചിട്ടു. മണിമേടയിലും മട്ടുപ്പാവിലും കോട്ടക്കൊത്തളങ്ങളിലും മാർബിൾ സൗധങ്ങളിലും മനുഷ്യനുണ്ടാക്കുന്ന കണ്ണാടിക്കൂടുകളിലും കെട്ടിത്തൂക്കിയ നക്ഷത്രത്തിലും പുൽക്കൂട്ടിനകത്തും. ആമേൻ. മനുഷ്യനുണ്ടാക്കിയ കെട്ടിടങ്ങളിലും കവലകൾ ഇരിക്കുന്ന മാർബിൾ സൗധങ്ങളിലുമല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ഞാനിത് പറഞ്ഞാൽ ഇവിടെ ഈ കവല നിൽക്കുന്നവർ മുഴുവൻ അംഗീകരിക്കാൻ കഴിയും. ഇന്ന് രാത്രി പാമ്പെ, പട്ടി, പല്ലി, പഴുതാര, എലി, പുലി, ആമ, പാവയ്ക്ക, പല്ലിക്ക, പരുത്തിക്ക, പഞ്ഞിക്ക, പടവലങ്ങ, ആമയ്ക്ക, ആത്തയ്ക്ക, ഇതിനകത്തൊന്നുമല്ല ദൈവം ഇരിക്കുന്നത്. പകരം ദൈവം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ഒരു നന്മ നിറഞ്ഞ ശബ്ദമൊന്ന് കേൾക്കാൻ ഈ കവലകളിൽ, ഇതിന് ചുറ്റുപാടുകളിൽ ഈ ശബ്ദം കേൾക്കുന്നവർ മുഴുവൻ ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് പറ, അഖിലാണ്ടത്തിനുടയവൻ എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെന്ന് പറയാൻ. ദൈവം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. അതുകൊണ്ടല്ലേ സിനിമ പിന്നണി ഗായകർ വരെ പാടിയില്ലേ? ഞങ്ങൾ പാടുന്നില്ല. ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം. മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവം വസിക്കുന്നുവെന്ന്. ഞാൻ മുൻപോട്ട് പോകട്ടെ, ശ്രദ്ധിച്ചു കേൾക്ക്. എന്താ ക്രിസ്തുമസിന്റെ പ്രത്യേകത? ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും അറിയണം. യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ പിറന്നതല്ല, യേശുവിനെ പുൽക്കൂട്ടിൽ കൊണ്ട് കിടത്തി. യേശുവിനെ പുൽക്കൂട്ടിൽ കൊണ്ട് കിടത്തി. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ പുൽക്കൂടിന്റെ പ്രത്യേകത ചാണകത്തിന്റെ ഗന്ധവും കൊതുകിന്റെ മൂളലും ആട്ടിടയന്മാരുടെ സന്ദർശനവും. അമേൻ. ഇതൊക്കെയാണ് സാധാരണ പുൽക്കൂട്ടിനകത്തുള്ളത്. അമേൻ. എന്നാൽ യേശുവിനെ കൊണ്ട് കിടത്തിയതോടുകൂടി, ആ പുൽക്കൂട്ടിൽ യേശു വന്നതോടുകൂടി കൊതുകിന്റെ മൂളല് മാറി, മാലാഖമാരുടെ പാട്ട് തുടങ്ങി. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് യേശു വരുമ്പോൾ നിന്റെ ജീവിതമാകുന്ന പുൽക്കൂട് മാലാഖമാരുടെ പാട്ടിന്റെ സ്ഥലമായി മാറാൻ പോകുക. ഇതിനർത്ഥം മനസ്സിലാകുന്നവർ ദൈവത്തോട് സ്തുതിച്ചു. ഇന്നലെ വരെ, ഇന്നത് കേൾക്കുന്നത് വരെ നിന്റെ ജീവിതം ഒരു പുൽക്കൂട് പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത, എല്ലാവരും തള്ളിക്കളഞ്ഞ, എല്ലാവരും മാറ്റി നിർത്തുന്ന കന്നുകാലിക്കൂട് പോലുള്ള നിന്റെ ജീവിതത്തിലേക്ക് യേശു വന്ന് വീഴുമ്പോൾ, യേശു വരുമ്പോൾ ആ കന്നുകാലിക്കൂട് ഒരു സ്വർഗമായി മാറുന്നത് പോലെ. അതാ ക്രിസ്തുമസ് സന്ദേശം. എന്താ ക്രിസ്തുമസ് സന്ദേശം? നിന്റെ ഹൃദയം സ്വർഗമായി മാറുമ്പോൾ. എപ്പോൾ? ക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ. ഇനി അടുത്തത് ശ്രദ്ധിക്ക. ആടിന്റെയും
കന്നുകാലികളുടെയും വിസർജ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്ന ആ പുൽക്കൂട്ടിൽ യേശു പിറന്നു എന്നറിഞ്ഞപ്പോൾ, ആമേൻ, കിഴക്ക് നിന്ന് രാജാക്കന്മാരായ വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നു. ആമേൻ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം, ഒരു നല്ല കാര്യം. നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെന്നറിഞ്ഞാൽ നീ പ്രതീക്ഷിക്കാത്ത ഉന്നതർ നിന്റെ വീട്ടിനകത്ത് സന്ദർശകരായി മാറാൻ പോകുക. നീ കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠരായവർ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിൽ പറ, യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഇങ്ങനൊരു സ്റ്റേജിൽ ഇരിക്കാൻ എനിക്കിടയായി. ഉന്നതന്മാരുടെ കൂടെ ഇരിപ്പാൻ ഇന്ന് ഇവിടെ ഇരിപ്പാൻ കാരണം യേശുവിനെ അറിഞ്ഞത് കൊണ്ടാ, യേശുവിന്റെ ഉള്ളിൽ വന്നത് കൊണ്ട്. കന്നുകാലിക്കൂട് പോലുള്ള എൻ്റെ ജീവിതം ഇന്ന് ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി മാറിയ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഈ രാജാക്കന്മാർ വന്നത് വെറും കൈയോടെ അല്ല. പൊന്ന്, മീറ, കുന്തിരിക്കം ഇതെവിടെ കൊണ്ടുവന്നു? നിങ്ങൾ ശ്രദ്ധിക്കണം, പുൽക്കൂട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ഇന്ന് രാത്രി ഒരു ചിന്ത പറയാം, അത് നിങ്ങളുടേതായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. അതാ ക്രിസ്തുമസ് സന്ദേശം എന്ന് പറയുന്നത്. യേശു എവിടെയുണ്ടോ അവിടെ വിലയേറിയത് വരാൻ തുടങ്ങും. ആമേൻ. വിലയേറിയത് വരാൻ തുടങ്ങും, നന്മകൾ വരാൻ തുടങ്ങും, ഐശ്വര്യം വരാൻ തുടങ്ങും. യേശുവിനെ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇന്നലെ വരെ നീ കണ്ട നന്മകളല്ല, ഇതുവരെ കണ്ട ഐശ്വര്യമല്ല, ശ്രേഷ്ഠമായത് നിന്റെ അടുത്ത് വരും. അവർ പോയി അത് നേടിയെന്നല്ല, യേശു എവിടെ ഉണ്ടെന്നറിഞ്ഞോ അവിടെ പൊന്നും കൊണ്ട് ആൾ വന്നു. നന്മ അങ്ങോട്ട് ചെന്ന് മേടിക്കുമല്ല, യേശു ഉള്ളിടത്ത് നന്മ വാതിലെ വന്ന് കുട്ടും. ആമേൻ. ചോദിക്കും, ആമച്ചൽ പവിത്രനാണോ? അതെ. ഒരു നന്മയും കൊണ്ട് വന്നതാ. ആര് പറഞ്ഞു? യേശു പറഞ്ഞിട്ട് വരിക. നീ കണ്ടിട്ടില്ലാത്ത നന്മ നിന്റെ വാതുക്കൽ വന്ന്, ഓ ഇന്ന് ഇത് പറയുമ്പോൾ തലയിൽ കൈവച്ച് അത് ഞാൻ ഏറ്റെടുക്കുന്നു, ദൈവദാസനെ അത് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നിന്റെ ജീവിതത്തിൽ നന്മ വരാൻ പോകുക, അടഞ്ഞുപോയ വാതിൽ തുറക്കാൻ പോകുക, നന്മകൾ തുറക്കാൻ പോകുക. സാറേ, ബിസിനസ് വർദ്ധിക്കാൻ പോകുക. ഇതിന് മുൻപിൽ ഒരു പന്തല് കെട്ടി യേശുവിനെ പറയാൻ, അവൻ ആ കടയുടെ സാറിനോട് ഒരു നിമിഷം അവൻ സാറിനോടാ, ഇന്ന് ഈ കടയുടെ മുമ്പിൽ ഈ പന്തല് കെട്ടി ബിസിനസ് എല്ലാം വേണ്ടെന്ന് വെച്ച് ഈ ജനത്തിന് ഇരിക്കാൻ ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ചെറിയ നഷ്ടം ഒരുപക്ഷെ ഉണ്ടായി കാണും, 1-2 കസ്റ്റമർ വരാത്തവര് പോയി കാണും. എന്നാൽ ഇന്ന് രാത്രി ഒരു അഭിഷക്തൻ എന്ന നിലയ്ക്ക്, പരിശുദ്ധാത്മാഭിഷേകമുള്ള ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാനൊരു പ്രവചനം പറയാം. ഇതിന്റെ നഷ്ടം ദൈവം നികത്തും, ഇതിന്റെ നന്മ ദൈവം തരും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ സാറിന് തരുമെന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ. ദൈവത്തിന് വേണ്ടി നീ 1 മിനിറ്റ് ചെലവാക്കിയാൽ അത് നിന്റെ ആയുസ് മുഴുവൻ നന്മയായി മാറും. യെസ്. പത്രോസിനോട് എൻ്റെ ചിന്തയാ, പ്രസംഗ ചിന്തയാ. പത്രോസിനോട് യേശു പറഞ്ഞു, നിന്റെ പടക എനിക്ക് തരുമോ? നിന്റെ പടക എനിക്ക് തരുമോ? എനിക്ക് അതേ നിന്നൊന്ന് പ്രസംഗിക്കാനാ. 4 സ്ക്വയർ ഫീറ്റ് തന്നാൽ മതി. യേശുവിനെ നിൽക്കാൻ 4 സ്ക്വയർ ഫീറ്റ്. എൻ്റെ ചിന്തയാ കേട്ടോ, ബൈബിൾ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ പറയാ. പക്ഷെ ഒരു കാര്യം കേൾക്കണോ, യേശുവിന് നിൽക്കാൻ പത്രോസിന്റെ പടകിൽ പത്രോസ് 4 സ്ക്വയർ ഫീറ്റ് കൊടുത്തപ്പം യേശു 40,000 സ്ക്വയർ ഫീറ്റ് മീനാ കൊടുത്തത്. ഇന്ന് രാത്രി നീ 4 സ്ക്വയർ ഫീറ്റ് യേശുവിന് കൊടുത്താൽ 40,000 സ്ക്വയർ ഫീറ്റ് മീൻ തരാൻ നീ കൊടുക്കുന്നതിനേക്കാൾ 100 കണക്കിന് 1000 കണക്കിന് ഇരട്ടിയായി അത് നിനക്ക് തരാൻ ദൈവം ശക്തനാണ്. യെസ്. ആമേൻ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു പുൽക്കൂട് പ്രസംഗ വിഷയമാകാൻ കാരണം, ആരെവിടാ പ്രസംഗിക്കുന്ന പുൽക്കൂടിനെ കുറിച്ച്? ഇത് പ്രസംഗ വിഷയമാകാൻ കാരണം യേശു പറഞ്ഞതുകൊണ്ടാണ്. അവൻ, ഞാൻ ഇന്ന് രാത്രി എന്നെ തന്നെ തൊട്ട് പറയാം, ഞാനൊരു കന്നുകാലിക്കൂടായിരുന്നു. എൻ്റെ ജീവിതം ഒരു കന്നുകാലിക്കൂട് പോലായിരുന്നു. എന്തിനേറെ എൻ്റെ അമ്മ എന്നെ ദേഷ്യം വന്നിട്ട് പോടാ കന്നുകാലി എന്ന് വിളിച്ചിട്ടു. കാരണം അങ്ങനെയായിരുന്നു സ്വഭാവം. പക്ഷെ യേശുവിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, യേശുവിൻ്റെ അകത്ത് വന്നപ്പോൾ, ഇത് പൊന്നും മീറയും കുന്തിരിക്കും ഒക്കെ നിറഞ്ഞ ഒരു അനുഗ്രഹമായി ദൈവം മാറ്റി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷത്തോട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇടുക്കി ജില്ലയിലെ പീരുമേടെന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ കരടിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഇപ്പോഴവിടെ കരടിയില്ല, ഒരു കരടിയേ ഉള്ളായിരുന്നു, അത് ഞാനായിരുന്നു. ഞാനിങ്ങ് പോന്നു.
ആ സ്ഥലത്തിന്റെ പേരാ. ഒരു പുല്ലുമേഞ്ഞ വീട്ടിൽ, തറ ചാണകം പിടിക തറയിൽ, 6 മക്കളിൽ ഒരാളായിട്ട് ഞാൻ ജനിച്ചു. എൻ്റെ അമ്മ 3 രൂപ 30 പൈസയ്ക്ക് തേയിലക്കാട്ടിൽ പോയി കൊളുന്തു നുള്ളുന്ന അമ്മയായിരുന്നു. തേയില എസ്റ്റേറ്റിൽ പോയി. എൻ്റെ അപ്പൻ ഞാൻ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ പീരുമേട് പോലീസ് സ്റ്റേഷനിൽ 13ഓളം പോലീസ് കേസിൽ പ്രതിയായിരുന്നു. അങ്ങനെ വിശന്ന് കരഞ്ഞ് ആഹാരമില്ലാതെ നല്ലൊരു വസ്ത്രമില്ലാതെ ജീവിച്ച, ആർക്കും വേണ്ടാത്ത ഒരു ഹതഭാഗ്യനായിരുന്നു ഞാൻ. അങ്ങനെ അന്നത്തെ ചെറുപ്പക്കാരുടെ കൂടെ രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വിളിച്ച വെടിയുണ്ട വിരിമാറിൽ പൊന്നാക്കി മാറ്റി ചുടിരക്തം ചെഞ്ചുണ്ടിൽ പുഷ്പങ്ങൾ വിരിയിച്ച 1 കോടി ധീരന്മാർ വഴികാട്ടി നിൽക്കെ ഒരൊറ്റ ഇഞ്ചും പിമ്പോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. വയറ്റിലൊന്നുമില്ലായിരുന്നു. വല്ലപ്പോഴും എന്തെങ്കിലും ചായയോ പരിപ്പോടെ ആരെങ്കിലും മേടിച്ച് തന്നെങ്കിലായി. അങ്ങനെ ജീവിച്ച എന്നെ ഈ പുൽക്കൂട്ടിനകത്തേക്ക് യേശു വന്നു. ഈ ഹൃദയത്തിനകത്തേക്ക് യേശു വന്നു. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ എൻ്റെ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയോ ബൂസ്റ്റിങ്ങിന് വേണ്ടി പറയല്ല. യേശു വന്നപ്പോൾ പീരുമേട്ടിലെ കരടിക്കുഴിക്കാരൻ ഈ ചാണകം പിടിക്കുക തറയിൽ ജനിച്ചു വളർന്ന എൻ്റെ കാര്യം പറയാ. അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ചൈനയിലും ബാങ്കോക്കിലും കെനിയയിലും യമനിലും കുവൈറ്റിലും ദുബായിലും പലതവണ പോയി യേശുവിനെ പ്രസംഗിക്കുവാൻ ലോകരാജ്യങ്ങളിൽ അനേക വിമാനങ്ങൾ കയറി ലോകരാജ്യങ്ങൾ മുഴുവൻ പോകുവാൻ ഈ സത്യവേദ പുസ്തകം എടുത്തതുകൊണ്ട്, എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയും. ഈ സന്തോഷം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശു അകത്തു വന്നാലുള്ള സന്തോഷം, യേശു അകത്തു വന്നാലുള്ള സന്തോഷം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം എങ്ങനെയാണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ചിലർ ഈ ബൈബിൾ വായിക്കുമ്പം എല്ലാ അക്ഷരങ്ങളും ശ്രദ്ധിക്കത്തില്ല, ജസ്റ്റ് അങ്ങ് വായിച്ചു പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം, പിറന്നു കഴിഞ്ഞ് രാജാവായ ഒരുപാട് പേര് ലോകത്തിലുണ്ട്. ആമേൻ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട ആളാണ് സാമൂതിരി, കോഴിക്കോട് സാമൂതിരി രാജാവ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്ന വാക്യം രാജാവായി പിറന്നവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പിറക്കുന്നതിന് മുമ്പേ രാജാവായിരുന്നവൻ, ഉദരത്തിൽ വെച്ച് രാജാവായിരുന്നവൻ. അവൻ യേശുക്രിസ്തു പിറന്ന് കഴിഞ്ഞ് രാജാവായവനല്ല, അവൻ രാജാക്കന്മാരുടെ രാജാവാ. അങ്ങനെയുള്ള പാട്ടൊക്കെ ഉണ്ട്, പാടാൻ സമയമില്ല. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരണമേ. യേശു രാജാക്കന്മാരുടെ രാജാവാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ ഹൃദയത്തിൽ പിറന്നത് സാധാരണ വ്യക്തിയല്ല, രാജാക്കന്മാരുടെ രാജാവാ. ഞാൻ ഒത്തിരി അമ്മമാരും ഒത്തിരി കണ്ണ് നനഞ്ഞ് കേൾക്കുന്ന എൻ്റെ സഹോദരിമാരും പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ യേശു എന്ന് വിളിക്കപ്പെടും. അടുത്ത വാക്യം, ലോകം മുഴുവൻ നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എങ്ങനെ വാഴ്ത്തുന്നേ? എന്തിന്? യേശുവിനെ ഉദരത്തിൽ ചുമന്നത്. എത്ര മാസം? 9 മാസം. 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും. അത്രയല്ലേ ഉള്ളല്ലേ? 9 മാസം യേശുവിനെ വയറ്റിൽ ചുമന്ന മറിയ ഭാഗ്യവതിയാണെങ്കിൽ ഒരായുസ് മുഴുവൻ ചങ്കിനകത്ത് യേശുവിനെ ചുമക്കുന്ന നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ! ഒന്ന് കൈയടിക്കുന്നത്, നല്ലപോലെ കൈയടിക്കുന്നത്. 9 മാസം ചുമന്ന മറിയ ഭാഗ്യവതിയാണെങ്കിൽ ഒരായുസ് മുഴുവൻ. ആമേൻ. ഇനിയൊരു ചോദ്യം, വയറ്റിനകത്ത് ചുമക്കുന്നതിനേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചങ്കിനകത്ത് ചുമക്കാൻ. ആമേൻ. പറ, അറിയാവുന്നവരോ? വയറുവേദനയാണോ മനസ്സിൻ്റെ വേദനയാണോ വലുത്? പറഞ്ഞോ, എളുപ്പം പറ. മനസ്സിൻ്റെ വേദനയാണ്. കാരണം വയറുവേദന ഗുളിക കഴിച്ചാൽ പോകും, മനസ്സിൻ്റെ വേദന ഗുളിക കഴിക്കുമ്പോൾ കൂടും.
ചില അമ്മമാർ പറയും, ഈ പിള്ളേരെയൊക്കെ സ്നേഹിക്കുന്നു, പറയും ഞാൻ 10 മാസം ചുമന്നതാ. നിങ്ങൾക്ക് അങ്ങനെ പറയാ, ഞാൻ 10 മാസം ചുമന്നതാ. അപ്പൊ ഭർത്താവിനൊന്നുമില്ലേ? എല്ലാം അമ്മയ്ക്കാണ്. അമ്മ പറയാ ഞാനാ പ്രസവിച്ചേ. ഞങ്ങൾക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയില്ല. എന്നിപ്പോ എന്തോ എൻ്റെ അച്ഛ നമ്മളെങ്ങാനും പ്രസവിച്ചിരുന്നെങ്കിൽ ഭൂമി എടുത്ത് തിരിച്ചു വെച്ചാൽ നമ്മൾ. അതോ ആ വേദന ഒന്നും നമുക്കില്ലാതിരുന്ന ഭാഗ്യം. പവിത്ര സാറേ, നമുക്കായിരുന്നു ഈ ഗർഭവും പ്രസവമൊക്കെ ആയിരുന്നെങ്കിൽ അത് വെച്ചുകൊണ്ട് പാട്ട് പാടുന്ന രംഗം വന്നാലും ചോദിക്കുക. അതൊക്കെ വെച്ചുകൊണ്ട് കീബോർഡ് വായിക്കുന്നു. ഈ ഗിറ്റാറെങ്ങാണെങ്കിൽ പിടിക്കാൻ പറ്റുമോ? എല്ലാം ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. എന്നാ കേട്ടോ, ബാക്കി കേട്ടോ. ലേബർ റൂമിനകത്തോട്ടെ ഈ സ്ട്രെച്ചറെ വെച്ച് തള്ളി അകത്തോട്ട് കൊണ്ടുപോവാ പ്രസവിക്കാൻ. ഭാര്യയെ പ്രസവത്തിന് സമയമായി, വേദന തുടങ്ങി, സ്ട്രെച്ചർ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാം. കൂടെ ഒരാൾ പോകുന്നുണ്ട്, ഭർത്താവ്. ഈ വാതിക്ക് എഴുതി വെച്ചിട്ടുണ്ട് അനുവാദമില്ല അകത്തോട്ട് കയറുന്നത്. അതുകൊണ്ട് ചേട്ടന് അകത്തോട്ട് കയറാൻ പറ്റില്ല. പുള്ളി വാതിക്ക് നിന്ന് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി എന്ന് പറഞ്ഞ് അതങ്ങോട്ട് സ്ട്രെച്ചർ അകത്തോട്ടും കൊണ്ടുപോയി. അകത്തോട്ട് കൊണ്ടുപോയ ആ സ്ട്രെച്ചറെ കിടന്ന ഭാര്യയുടെ പേര് സൂസമ്മ. എന്തുവാ? സൂസമ്മ. കഥ അടച്ച് വെളിയിൽ കൂടെ ഒരു പുള്ളി ഇങ്ങനെ നടക്കുക. ഈ പുള്ളിയുടെ പേരെന്തുവാ? ഈ പുള്ളിയുടെ പേര് സൂസപ്പൻ. കാരണം സൂസമ്മ അകത്തോട്ട് പോയല്ലോ. വെളിയിൽ കൂടെ ആരാ നടക്കുന്നത്? ആ അകത്ത് പ്രസവിക്കാൻ പോയ ആൾ ആ ഭർത്താവാ. വരുന്നവരെല്ലാം ചോദിക്കുന്നു, വരുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നു സൂസമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന്. സൂസമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ഒരൊറ്റ മനുഷ്യൻ സൂസപ്പൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചില്ല. ആർക്കും സൂസപ്പൻ്റെ കാര്യം അറിയണ്ട. എല്ലാവർക്കും എന്തറിഞ്ഞാൽ മതി? സൂസമ്മയുടെ കാര്യം അറിഞ്ഞാൽ മതി. അപ്പോഴാണ് ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സൂസമ്മ പ്രസവിച്ചു. ആരാ കൂടെ ഉള്ളത് ചോദിച്ചോളൂ. ഞാനാ, ഭർത്താവാ സൂസപ്പൻ. പറഞ്ഞു സൂസമ്മ പ്രസവിച്ചെന്ന് പറഞ്ഞു. പ്രസവിച്ചു. ഉടനെ ഭർത്താവ് ചോദിച്ചു കൊച്ചാണാണോ പെണ്ണാണോ ചോദിച്ചു. ഉടനെ നേഴ്സ് പറഞ്ഞു പെണ്ണാണ്. അപ്പൊ സൂസപ്പന് രണ്ടാമത്തെ വേദന തുടങ്ങി. മനസ്സിലായോ? സൂസമ്മയുടെ വേദന എന്താ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? ശരീരത്തിൻ്റെ വേദനയേക്കാൾ വലുതാണ് മനസ്സിൻ്റെ വേദന, ഉത്തരവാദിത്വമുള്ള വേദന. ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്, എനിക്ക് നല്ലപോലെ അറിയാം. ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. എൻ്റെ കർത്താവ് നമ്മുടെ അമ്മയുമാണ് അപ്പനുമാണ്. നിന്നെ മടിയിൽ വെച്ച് ആകാശം കാണിച്ച അമ്മയും നിന്റെ കൈയുടെ വിരലെ പിടിച്ച് നിന്നെ ലോകം കാണിച്ച അപ്പനും, നിന്നെ വയറ്റിനകത്ത് ചുമന്ന് നിന്നെ കൊണ്ടു നടന്ന അമ്മയും, നിന്നെ ആനപ്പുറത്ത് കയറ്റി വീട്ടിനകത്തൂടെ കളിപ്പിച്ച അപ്പൻ. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ പാടും, അമ്മാണ് കൂപ്പിടത്താൻ ആസ ഉന്നെ അപ്പാണ് കൂപ്പിടവാ. അറിയാമോ പാട്ട്? അപ്പാണ് കൂപ്പിടത്താൻ ആസ உன்னை அம்மான்னு கூப்பிடவா, கருவியில் உன்னை சுமந்தது பார்த்தா உன்னை அம்மான்னு கூப்பிடணும், தோளில் உன்னை சுமந்தது பார்த்தா உன்னை அப்பான்னு கூப்பிடணும், உன்னை ஆற்றுவதும் தேற்றுவதும் பார்த்தா உன்னை அப்பான்னு கூப்பிடணும், உன்னை கெஞ்சுவதும் கொஞ்சுவதும் பார்த்தா உம்மை அம்மான்னு கூப்பிடணும், அம்மான்னு கூப்பிடத்தான் ஆசை உம்மை அப்பான்னு கூப்பிடுவேன், அம்மான்னு கூப்பிடத்தான் ஆசை உம்மை அப்பான்னு கூப்பிடுவேன், அப்பான்னு கூப்பிடத்தான் ஆசை உம்மை அம்மான்னு கூப்பிடுவேன், அம்மான்னு கூப்பிடத்தான் ஆசை உம்மை அப்பான்னு கூப்பிடுவேன், அம்மான்னு கூப்பிடவா அப்பான்னு கூப்பிடவா, அம்மான்னு கூப்பிடவா அப்பான்னு கூப்பிடவா, கூப்பிடத்தான் ஆசை உம்மை அப்பான்னு கூப்பிடவா, அப்பான்னு கூப்பிடத்தான் ஆசை உம்மை அம்மான்னு கூப்பிடவா.
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ച് വിദ്വാൻമാരെത്തിയത് ഹേരോദ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. കാരണം രാജാവ് സാധാരണയായിട്ട് പിറക്കുന്നവിടാ, അത് സ്വാഭാവികമാണ്. അവർ ചിന്തിച്ചതിനകത്ത് തെറ്റില്ല, രാജാവ് അവിടെ ആയിരിക്കണം. പക്ഷേ രാജാവ് അവിടെ ഇല്ലായിരുന്നു. ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ രാജാവില്ലായിരുന്നു. അതിനൊരു മർമ്മമുണ്ട്, അതിന് വേദപുസ്തകത്തിന് മർമ്മമുണ്ട്. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഇന്ന് രാത്രി ഞാൻ തൊട്ടുപോകാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ്, ആ കുറുക്കനോട് പോയി അവന്റെ പണി നോക്കാൻ പറ എന്ന് ഹേരോദാവിനോട് പോയി പറയാൻ യേശു പറഞ്ഞു. ആ കുറുക്കനോട് പോയി അവനെ പണി നോക്കാൻ പറ. അപ്പോ ഹേരോദാവിനെ യേശു സംബോധന ചെയ്ത ഒരു പേരാണ് കുറുക്കൻ. ആമേൻ. ഇനി അടുത്തൊരു ഭാഗം ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, മുന്തിരി വള്ളികൾ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ സൂക്ഷിപ്പിൻ. അത് ഹേരോദാവിന്റെ പിള്ളേരുടെ പേരാണ്. അപ്പൻ കുറുക്കനാണെങ്കിൽ മക്കളുടെ പേരാണ് ചെറുകുറുക്കന്മാർ. അവരുടെ ജോലി എന്തുവാ? മുന്തിരി വള്ളികൾ നശിപ്പിക്കുക. യോഹന്നാൻ 15:1 യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. ഇപ്പൊ യേശു മുന്തിരിവള്ളി ആയതുകൊണ്ട് കുറുക്കന്റെ പിള്ളേരുള്ളിടത്ത് ജനിച്ച അമ്മ മുന്തിരിവള്ളി നശിപ്പിക്കും. അതുകൊണ്ടാണ് യേശു ഹേരോദാവിന്റെ ചെറുകുറുക്കന്മാരുടെ കൊട്ടാരത്തിൽ ജനിക്കാഞ്ഞത്. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. കാരണം യേശു ക്രിസ്തു രാജാക്കന്മാരുടെ ഇടയിലല്ല, വരേണ്യവർഗത്തിന്റെ ഇടയിലല്ല. എൻ്റെ കൂടെ എത്ര പേരുണ്ട്? സാമ്പത്തിക ശ്രേഷ്ഠന്മാരുടെ നടുവിലല്ല യേശു ജനിച്ചത്, ഉന്നതന്മാരുടെ നടുവിലല്ല യേശു ജനിച്ചത്. തള്ളപ്പെട്ടവരുടെ ആമേൻ പലപ്പോഴും അനേകർക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് തള്ളി മാറ്റിയവരുടെ, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തവരുടെ നടുവില്, എല്ലാവരും ഒറ്റപ്പെടുത്തിയവരുടെ നടുവില്, എല്ലാവരും ചെറുതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ നടുവിലാണ് അഖിലാണ്ടത്തിന് രക്ഷകനായ എന്റെ പ്രാണനാഥനായ യേശു ജനിച്ചത്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊടുക്കുന്ന സകല പ്രിയപ്പെട്ടവരും ഇങ്ങനെ പറയാം. എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുള്ളതല്ല. കാരണം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും വേണ്ടാത്ത ദുർഗന്ധമുണ്ടായിരുന്ന, കൊതുകിൻ്റെ മൂളലുണ്ടായിരുന്ന, വെറും ഇടയന്മാർ മാത്രം സന്ദർശകരായിരുന്ന കന്നുകാലിക്കൂട് യേശുവിനെ കിടത്തുവാൻ എടുത്തപ്പോൾ എൻ്റെ പ്രാണനാഥൻ ആ പുൽക്കൂടിനെ സ്വർഗമാക്കി മാറ്റി. ആ പുൽക്കൂടിന്റെ മുകളിൽ ഒരു പാട്ടുണ്ടായി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്ന സ്വർഗീയ ഗാനം ആ പുൽക്കൂടിന്റെ മുകളിൽ ഉണ്ടായി. ഇന്ന് രാത്രി ഈ പ്രഭാഷണം കേട്ടിട്ട് തിരിച്ചു പോകുന്ന നിങ്ങൾ മറന്നു പോകാത്തൊരു സെന്റൻസ് ഹൃദയത്തിന്റെ മാംസപ്പലകിൽ എഴുതിക്കൊണ്ട് പോകണം. ആ കന്നുകാലിക്കൂട് പോലെ ആർക്കും വേണ്ടാത്ത ജീവിതമായിരുന്നു എൻ്റെ ജീവിതം, നമ്മുടെ ജീവിതം. എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് യേശുനാഥൻ വന്നപ്പോൾ നമ്മുടെ ജീവിതം ദൈവം മാറ്റി. നമ്മുടെ ജീവിതം അനുഗ്രഹ സമ്പൂർണ്ണമായി തീർന്നു. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി. നമ്മുടെ ജീവിതം എല്ലാവർക്കും വേണ്ടാത്തതായിരുന്നത് ഇന്ന് ആർക്കൊക്കെയോ നമ്മൾ പ്രയോജനമുള്ളവരായി മാറാൻ സർവശക്തൻ ഇടയാക്കി തീർത്തു. ആമേൻ. എനിക്കിനി പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ കാണുന്ന നക്ഷത്രത്തെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഒരു വാക്കുണ്ട്, സൂപ്പർ സ്റ്റാർ. ആമേൻ. സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നവരോട് നമുക്ക് ബഹുമാനമുണ്ട്. അപ്രപാളികളിൽ തിളങ്ങുന്ന സിനിമാ വേദികളിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ സൂപ്പർ സ്റ്റാറുകളായി അറിയപ്പെടുന്നുണ്ട്. സത്യത്തിൽ സ്റ്റാറിനേക്കാൾ വലുതല്ലേ സൺ, സൂര്യൻ അല്ലെ? സമയം അല്ല അല്ല മോനെ, സത്യത്തിൽ സ്റ്റാറിനേക്കാൾ വലുതാണ് സൂര്യൻ. എന്താ പിന്നെ മമ്മൂട്ടിയെ മോഹൻലാലിനെ സൂപ്പർ സൺ എന്നെന്താ പറയാത്തത്? സത്യത്തിൽ സൂര്യനും ഒരു സ്റ്റാറാണ്. എന്നാൽ സൺ എന്ന് പറയുമ്പോൾ ഭയങ്കരമല്ലേ? ഞാൻ പറയുന്നത് ചെറിയ ആൾക്കാരെയൊക്കെ സൂപ്പർ സ്റ്റാർ എന്നും ഇച്ചിരൂടെ കൂടിയ പുള്ളികളെ സൂപ്പർ സൺ എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷെ അങ്ങനെ പറയുന്നില്ല, എല്ലാം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായേ? ഇത് യേശുക്രിസ്തുവിനെ വഴികാട്ടാൻ ഒരു നക്ഷത്രമുണ്ടായ അന്നു മുതലാണ് നക്ഷത്രം സൂപ്പറായത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി? യേശു എവിടെ കിടക്കുന്നു
എന്ന് കാണിച്ചു കൊടുക്കുന്ന ആളിന്റെ പേരാണ് സൂപ്പർ സ്റ്റാർ. എല്ലാവർക്കും പിടികിട്ടിയില്ല. ആമേൻ. അങ്ങനെയാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സൂപ്പർ സ്റ്റാർ ആയി ഇരിക്കുന്ന മുഴുവൻ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ആളിന്റെ പേരാണ് എന്ത്? സൂപ്പർ സ്റ്റാർ. അതിപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ എടുത്തത് കൊണ്ട് നമുക്കൊരു ചെറിയ ചേഞ്ച് ഇന്ന് രാത്രി ഞാൻ വരുത്തുന്നു. സൂപ്പർ സ്റ്റാർ അവരെടുത്തോട്ടെ, നമ്മൾ ഗോസ്പൽ സ്റ്റാർസ്. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തെ സ്തുതിച്ചാട്ടെ. സൂപ്പർ സ്റ്റാർ അവരായിക്കോട്ടെ, നമ്മളെല്ലാം എന്ത് സ്റ്റാർ? ഗോസ്പൽ സ്റ്റാർ, സുവിശേഷ നക്ഷത്രങ്ങൾ. ഒന്ന് കൈയടിക്കുന്ന നല്ലപോലെ, ശരീരത്തിന് രക്തോട്ടെങ്കിലും ഉണ്ടാകട്ടെ. ആമേൻ. ഹാർട്ട് അറ്റാക്ക് എങ്കിലും വരാതിരിക്കും. നല്ലപോലെ ഒന്ന് കൈയടിച്ചാൽ. ആമേൻ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഈ നക്ഷത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ വിദ്വാൻമാർ കൊട്ടാരത്തിനകത്ത് കയറിയപ്പോൾ നക്ഷത്രം കൊട്ടാരത്തിനകത്ത് കയറിയില്ല. ഈ നല്ല നക്ഷത്രങ്ങൾ, യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന നല്ല നക്ഷത്രങ്ങളെ കൈയിട്ട് വരാൻ നടക്കുകയില്ല. അവർ കൊട്ടാരത്തിൽ കയറിയാൽ എവിടെ കയറിയാലും നക്ഷത്രം എവിടെ നിന്നു? വെളിയിൽ നിന്നു. ഇവരിറങ്ങി വരുന്നത് വരെ കണ്ടിടത്തെല്ലാം കറങ്ങി വെച്ച് യവന്മാർ തിരിച്ചിറങ്ങി വരുമെന്ന് നക്ഷത്രത്തിന് അറിയാം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? അകത്തുപോയ വിദ്വാൻമാർ അവിടെ രാജാവായ ക്രിസ്തു ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങി വരുന്നത് വരെ നക്ഷത്രം വെളിയിൽ കാത്തു നിന്നു. നിങ്ങൾ മത്തായി 2 വീട്ടിൽ പോയി വായിച്ചു. അവർ ഇറങ്ങി വന്നപ്പോൾ നക്ഷത്രം വീണ്ടും യാത്ര തുടങ്ങി. ആമേൻ. ഇന്ന് രാത്രി യേശു കിടക്കുന്നിടം വരെ, യേശു എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നിടം വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നക്ഷത്രമാണ് ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവർ ദൈവത്തെ നല്ലപോലെ സ്തുതിക്കുക. നക്ഷത്രം എന്ന് പറയുന്നത് ചുമ്മാ കെട്ടിത്തൂക്കിയിടാനുള്ളതല്ല. ഈ നക്ഷത്രത്തിനൊരു അർത്ഥമുണ്ട്. നമ്മളെല്ലാം നക്ഷത്രങ്ങളാ, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ, സുവിശേഷ നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ ചിരിക്കുന്ന പോലും ഇല്ലല്ലോ. നമ്മൾ ദൈവത്തിന്റെ നക്ഷത്രങ്ങളാ. ഇനി കേൾക്കണം നിങ്ങൾക്ക്, ഈ കെട്ടിത്തൂക്കിയിരിക്കുന്ന നക്ഷത്രത്തിന്റെ പേപ്പറിന് വലിയ വിലയൊന്നുമില്ല. ഈ കെട്ടിത്തൂക്കിയ നക്ഷത്രത്തിന്റെ പേപ്പറിന് വലിയ വിലയൊന്നും ഇല്ല. പക്ഷെ അതിനകത്ത് കത്തിരിച്ചിരിക്കുന്ന ലൈറ്റിന് നല്ല വിലയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ. ആമേൻ. ഇന്ന് രാത്രി എനിക്ക് വലിയ വിലയൊന്നുമില്ല, ഞാൻ വെറും പേപ്പറാ. ദൈവത്തിന്റെ നക്ഷത്രമായത് ഇതിനകത്ത് നീതി സൂര്യനായ ക്രിസ്തു കത്തിയപ്പോൾ, നക്ഷത്രത്തിനകത്ത് നല്ലൊരു പ്രകാശം വന്നപ്പോൾ പേപ്പറിന്റെ വിലയല്ല, പകരം ആ നക്ഷത്രത്തിന്റെ പ്രകാശം ലോകം മുഴുവൻ കണ്ടു. നിന്റെ പ്രകാശം ലോകം മുഴുവൻ കാണുന്നത് നിന്റെ പേപ്പറിന്റെ വിലയിലല്ല, അതിനകത്ത് കത്തുന്ന ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ നടന്നു പോയാൽ മതി, ആൾക്കാർ പറയും ആ അമ്മച്ചിയുടെ മുഖത്തൊരു ഐശ്വര്യം ഉണ്ടെന്ന് പറയത്തില്ലേ? ആമേൻ. ഞാനിവിടെ വന്ന് ആദ്യം കൈ കൊടുത്തത് ഈ അമ്മച്ചിക്കാണ്. അമ്മച്ചിക്ക് ഒത്തിരി വയസ്സൊക്കെ ഉണ്ട്. ഈ നാട്ടിൽ 25ഉം 20ഉം വയസ്സുള്ള ഒരുപാട് പേരില്ലേ? അവരൊക്കെ MRFിൻ്റെ ടയർ പോലെ ചുരുണ്ട് കിടന്ന് ഉറങ്ങുക. തല കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ടോർച്ചൊക്കെ അടിച്ചു പോകണം. അന്നാ അതേണ്ട അമ്മച്ചി വന്നിരിക്കുന്ന ഇരിപ്പുണ്ടോ കണ്ണും തുറന്ന്? അമ്മ ഇതാ എന്താണെന്നറിയോ? അകത്ത് ലൈറ്റ് കത്തുന്നത് കൊണ്ടാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഇനി ഞാനിത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നടക്കുന്നത് നല്ലൊരു സുവിശേഷ യോഗമാണ്. ആമേൻ. ഈ നമ്മളൊക്കെ ഇതിനു മുമ്പ് ഈ ദൈവത്തെ കാണുന്നതിന് മുമ്പ് നാടകത്തിനും സിനിമയ്ക്കൊക്കെ പോയിട്ടുള്ളവരാണ്. സാറിനൊക്കെ അറിയാം, നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് പോയാൽ നമ്മൾ എന്തോ ചെയ്യും? ഊന്ന് കൂവും, വിസിലടിക്കും. ശരിയല്ലേ? ലൈറ്റൊക്കെ പോയാൽ പണ്ട്, ഇപ്പോഴല്ല, പണ്ട് വിസിലൊക്കെ അടിക്കും. എന്നാന്നറിയോ? നമുക്ക് ഈ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷെ ഇവിടെ ലൈറ്റ് ഇപ്പോൾ പോയാൽ, ഇവിടുത്തെ ലൈറ്റ് അങ്ങ് പോയാൽ നമ്മളെല്ലാവരും പാട്ട് പാടും, നമ്മളെല്ലാവരും സ്തോത്രം പറയും. എന്താണെന്നറിയോ? പുറത്തെ ലൈറ്റ് പോയാൽ നമ്മുടെ അകത്ത് ലൈറ്റ് ഉണ്ടെന്നാ. എത്ര പേർക്ക് മനസ്സിലായി? പണ്ട് തിയേറ്ററിൽ വെച്ച് നമ്മൾ കൂവാൻ കാരണം അകത്തും ലൈറ്റ് ഇല്ല, പുറത്തും ലൈറ്റ് ഇല്ല. അതാ, മനസ്സിലായോ? പണ്ട് അകത്തും ലൈറ്റ് ഇല്ല, പുറത്തും ലൈറ്റ് ഇല്ല, കൂവാൻ മാത്രം അറിയത്തുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ പുറത്തെ ലൈറ്റ് പോയാലും നമ്മൾ കൂവത്തില്ല, കാരണം അകത്ത് ക്രിസ്തു എന്ന ലൈറ്റ് കത്തുന്നുണ്ട്. അതാ ദൈവത്തിന്റെ നക്ഷത്രങ്ങളോ. നല്ലപോലെ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ, ഒരു നന്ദി പറഞ്ഞ ദൈവത്തിന്. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു രാജാവിനെ രാജ്ഞിയെ പോലെ വേണം പോകാൻ. എന്നുവെച്ചാൽ ഞാൻ ദൈവത്തിന്റെ നക്ഷത്രമാണ്, എൻ്റെ അകത്ത് ക്രിസ്തുവിന്റെ പ്രകാശമുണ്ട്, രാജാതി രാജാവിൻ്റെ അകത്ത് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആമേൻ. തീർന്നില്ല. ദാനിയേൽ പ്രവചനം, ബൈബിളിലെ ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. അതിൻ്റെ 12ാം അധ്യായം, അതിൻ്റെ 3ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ ആകാശമണ്ഡലങ്ങളിൽ നക്ഷത്രങ്ങളെ പോലെയും.
ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ ആമേൻ, ഒരു ട്രാക്റ്റെങ്കിലും നിങ്ങൾ കൊടുത്താൽ, ഒരാളോട് യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ നീതിയിലേക്ക് നയിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളായി അവരെ കുറിച്ച് പിന്നെഴുതിയിരിക്കുന്നു. അവരെ ദൈവം മാനിക്കും, അവരെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളോട് പറയാം, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്നിരുന്നത് കൊണ്ട് ആമേൻ, നിങ്ങൾ TV-യിലെ സീരിയൽ വേണ്ടെന്ന് വെച്ചു, കുങ്കുമപ്പൂ വേണ്ടെന്ന് വെച്ചു, ആമേൻ, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് വേണ്ടെന്ന് വെച്ചു, ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ഇതിനൊരു അനുഗ്രഹമുണ്ട്. അതാർക്ക് കിട്ടും? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറയ്ക്ക് അതിന്റെ നന്മ കിട്ടും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകും. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ കവലയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ മഹായോഗം ക്രമീകരിച്ച ജയൻ ബ്രദറെ, ബിന്ദു സിസ്റ്ററെ, കുടുംബത്തെ, ഈ മ്യൂസിക് വായിച്ച പ്രിയപ്പെട്ടവരെയും, ഇതിനകത്ത് വന്നി കേൾക്കുന്ന, ഈ റോഡിന്റെ സൈഡുകളിൽ നിൽക്കുന്ന ആരായാലും, നിങ്ങൾ ഏത് മതമോ ജാതിയോ എന്തുമായിക്കോട്ടെ, ഇന്ന് രാത്രി കേൾക്കുന്ന മുഴുവൻ പേരോട് ഞാൻ വിളിച്ചു പറയാ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അനുഗ്രഹം ദൈവം തരുന്നു. നിങ്ങളുടെ മക്കളിലേക്ക് അത് പകരപ്പെടുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ വിചാരിച്ച നന്മകൾ, അടഞ്ഞു പോയി എന്ന് വിചാരിച്ച വാതിലുകൾ ദൈവം തുറക്കട്ടെ. ദൈവം നന്മയുടെ വാതിൽ തുറക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് സ്വസ്ഥത നൽകട്ടെ. ദൈവിക നന്മകൾ നിങ്ങളുടെ മേൽ ദൈവം പകരട്ടെ. യെസ്, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇതൊരു ക്രിസ്തുമസ് സന്ദേശം മാത്രമാണ്. അത് കഴിഞ്ഞും ഞങ്ങളുടെ സഹോദരങ്ങൾ ചില പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പാടും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു എവിടെ വന്നോ അവിടെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. ഞാൻ ചില സ്ഥലങ്ങളുടെ പേര് പറയും, നിങ്ങൾ മറക്കരുത്. ഒന്ന് ബേത്ലഹേം. നിങ്ങൾക്കറിയാമോ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം, യേശു പിറന്ന സ്ഥലം? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വജ്രം കയറ്റി അയക്കുന്നത് ബേത്ലഹേമിൽ നിന്നാണ്. ആമേൻ. യേശു ചെന്ന് പാർത്ത ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്കറിയാമോ? നസ്രത്ത്. നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ഏറ്റവും കൂടുതൽ പൂക്കളും കയറ്റി അയക്കുന്നത് നസ്രത്തിൽ നിന്നാണ്. യേശു കാല് ചവിട്ടിയ സ്ഥലമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. യേശു പിറന്ന് വീണ സ്ഥലം അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ, നിങ്ങൾക്കറിയാമോ, ഭൂമിയുടെ മധ്യഭാഗത്ത് ഒരു കോമ്പസ് കുത്തിയിട്ട് ഒരു വൃത്തം വരച്ചാൽ ഈ ലോകം ആ വൃത്തത്തിനകത്ത് നിൽക്കും. ബേത്ലഹേം അതിൻ്റെ മധ്യഭാഗവുമായിരിക്കും. ആമേൻ. എന്തിനാണ് യേശു ലോകത്തിന്റെ മധ്യഭാഗത്ത് ജനിച്ചത്? ഉത്തരം, യേശു കിഴക്കരുടെ ദൈവവുമല്ല, യേശു വടക്കരുടെ ദൈവവുമല്ല, യേശു പടിഞ്ഞാറ്റുകാരുടെ ദൈവവുമല്ല, യേശു കിഴക്കരുടെ ദൈവവും അല്ല. യേശു ഭൂമിയുടെ മധ്യഭാഗത്ത് ജനിച്ചു. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മധ്യസ്ഥനായി, ആകാശത്തിനും ഭൂമിക്കും മധ്യേ, രണ്ട് കള്ളന്മാരുടെ മധ്യേ, ലോക ചരിത്രത്തിന്റെ മധ്യേ, അവൻ കാലഘട്ടത്തെ AD എന്നും BC എന്നും തിരിച്ച കാലഘട്ടത്തിന്റെ മധ്യേ ഒരു മധ്യസ്ഥനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഈ സന്തോഷ സുദിനത്തിൽ ഒരു ഡിസംബർ 25 കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊണ്ട് നടക്കുക. ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ ഒരവൻസ് ഹൃദയത്തിനുള്ളിൽ അഖിലാണ്ടത്തിനുടയവനായ ക്രിസ്തു വസിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം, എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും പറയാം, നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരം. ലോകത്തിലെ ആദ്യത്തെ യേശു പിറന്നു വീണെന്ന് പറയുന്ന ബേത്ലഹേമും, യേശുവിനെ ശീലകളിൽ പൊതിഞ്ഞുകൊണ്ട് കിടത്തിയ പുൽക്കൂടും, അത് നമ്മുടെ വീടാ, അത് നമ്മുടെ ഹൃദയമാ. അവിടെയാണ് അനുഗ്രഹമുണ്ടായത്. യേശു വീണ സ്ഥലം, യേശു പിറന്ന വീണ സ്ഥലം, യേശു പിറന്ന ഉദരം, അവിടെ മുതൽ യേശു ഇന്ന് ജീവിക്കുന്ന എൻ്റെ ഹൃദയം വരെ എല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റിയ ദൈവത്തെ. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ വന്നിട്ടില്ലെങ്കിൽ അവരെല്ലാം ഓർത്ത് നിങ്ങൾക്ക് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദൂരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ വന്നിട്ടില്ലെങ്കിൽ, രോഗികളായിട്ട് വീട്ടിൽ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവരെല്ലാം ഓർത്തിട്ട് നിങ്ങളിവിടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ കയ്യിൽ യേശുപ്പം തൊടും. യേശുപ്പം തൊടും, ഞാനല്ല, കർത്താവ് തൊടും.
പ്രാർത്ഥിക്കേണ്ടവരെല്ലാം കരമുയർത്തി പിടിച്ചോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനങ്ങൾ ഒക്കെ ഉയർത്തിട്ട് ഇത് മാനുഷികമല്ല, ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കരങ്ങളിലെല്ലാം യേശു തൊടണം. ഇന്ന് ഞങ്ങൾ ക്രിസ്തുമസിന്റെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു പിറന്നത് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ, ഈ കൈകളിലെല്ലാം തൊടുമ്പോൾ അവരുടെ മക്കള്, പഠിക്കുന്ന കുഞ്ഞുങ്ങള്, അവരുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങള്, വരുമാനങ്ങള്, അവരുടെ കൃഷികള്, ആദായങ്ങള്, അവരുടെ ബിസിനസ്സുകള്, അവരുടെ വാഹനങ്ങള്, എല്ലാത്തിൻ്റെ മേലും, സകലത്തിൻ്റെ മേലും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനം, എല്ലാത്തിൻ്റെ മേലും എൻ്റെ പ്രാണപ്രിയന്റെ കരം തൊടണം. ഈ ദിവസം അവർ മറക്കരുത്. ഇതവർക്ക് സന്തോഷമാകട്ടെ, വിലപ്പെട്ടതാകട്ടെ. ഈ ശബ്ദം കേട്ട് ഈ റോഡ് സൈഡിലെല്ലാം നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരെല്ലാം അനുഗ്രഹിച്ചാട്ടെ, അവരുടെ ഭവനങ്ങൾ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. കരകൾ താഴ്ത്തിയിടാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഞാൻ ജയൻ ബ്രദറിനോടും ബിന്ദു സിസ്റ്ററിനോടും ഫാമിലിയോടും നല്ല അനുഗ്രഹിക്കപ്പെട്ട മ്യൂസിക് ടീമിനോടെല്ലാം, നല്ല സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ചെയ്യുന്ന, സൗണ്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ്.